എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യാസി ഫാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജാതി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അനുഭവ സമ്പത്തുള്ള ഒരു കർഷകന്റെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂരുള്ള പട്ടിക്കാട് നിരപ്പേൽ പോൾസൺ നഴ്സറിയിലേക്കാണ് നമ്മൾ പോണത്. ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ നമുക്ക് വരുമാനം നേടിത്തരുന്ന ഒരു വിളയാണ് ജാതി. ഇതിൽ തന്നെ ഒരുപാട് ഇനം വർഗ്ഗങ്ങളുണ്ട്. ജാതിപത്രി മാത്രമായിട്ട് വലിയതായിട്ടുള്ളതുണ്ട്, അതുപോലെ അതിന്റെ കായ മാത്രം വലിയ സൈസ് ഉള്ളത് വേറെ ഉണ്ട്, ജാതി പത്തിരിയും കായം വലിയ സൈസുള്ളതും വേറെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ ഹൈറ്റ് വെച്ച് പോണത് വേറെ, സ്പ്രെഡായിട്ട് നിൽക്കുന്നത് വേറെ, അങ്ങനെ പല പല ഇനങ്ങളാണ് ജാതിയിൽ തന്നെ ഉള്ളത്. അപ്പം ജാതി ഒരു വരുമാനമാക്കിയിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ എപ്പോഴും നമുക്ക് ഏതൊക്കെ തരം ഇനങ്ങളുണ്ട്, നമ്മുടെ ആവശ്യം എന്താണ്, ജാതിയിൽ തന്നെ പത്തിരി ചെറുതുള്ളതുണ്ട്, പത്തിരി വലിയതുള്ളതുണ്ട്, കായ വലുതുള്ളതുണ്ട്, ചെറുതുണ്ട്. അതുപോലെ തന്നെ നാടൻ ജാതിയിൽ ബഡ് ചെയ്യുന്നുണ്ട്, കാട്ടുജാതിയിൽ ബഡ് ചെയ്യുന്നുണ്ട്. അതിൽ കാട്ടുജാതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, തായ്വേര് നല്ല താഴേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളക്കെട്ടിൽ നിന്നും സംരക്ഷിക്കും. അതുപോലെ നാടൻ തൈ ആണെങ്കിൽ താഴ്ന്നിറങ്ങി പോവില്ല, ജസ്റ്റ് സ്പ്രെഡായിട്ട് അതിൻ്റെ വേര് നിൽക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഭൂമി പ്രദേശങ്ങളിൽ എങ്ങനത്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ വരെ ഇതിലുണ്ട്. അതുപോലെ തന്നെ വെള്ളം മെയിനായിട്ടുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ്. വെള്ളമുള്ള പ്രദേശങ്ങളിൽ മാത്രം ജാതി കൃഷി ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ജാതി കൃഷിയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പോൾസൺ ചേട്ടൻ്റെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം. മണ്ണില്ലേ, നമ്മൾ ആ കവർ ഇരിക്കാനുള്ള ഒരു കുഴി എടുത്തിട്ട് അങ്ങോട്ട് നടുക. കവർ മാറ്റി നട്ടതിന് ശേഷം അതിൻ്റെ ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ ചോട്ടിൽ ഇച്ചിരി ചാണകപ്പൊടിയോ ആട്ടുംകാട്ടോ എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കുക. ഒരു 50 ഗ്രാമൊക്കെ, അത് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ നടുമ്പോൾ നമ്മൾ അതിനടിയിൽ ഈ വേപ്പ് പിണ്ണാക്ക് അങ്ങനത്തെ വളം ഒന്നും ചെയ്യണ്ട, ഇട്ട് കൊടുക്കേണ്ട ആവശ്യം. നമ്മുടെ ഭൂമിക്ക് അടിയിലോട്ട് പോകുന്ന വേരുകളൊന്നും വളം വലിക്കുന്നില്ല. മുകളിൽ നിൽക്കുന്ന 1 ഇഞ്ച് 1.5 ഇഞ്ച് ഇതിലുള്ള വേരുകളെ വളം വലിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ നടുമ്പോ നമ്മൾ വളം ഒന്നും ഇടണ്ട. ഗ്രോ ബാഗിന്റെ കട്ട് ചെയ്ത് ഗ്രോ ബാഗ് മാറ്റിയിട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് സൈഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കിങ് എടുക്കുക. അത് എടുത്തിട്ട് ജസ്റ്റ് ഇളക്കാതെ അങ്ങനെ നടുക. അടി കട്ട് ചെയ്തിട്ട് കുഴിയിലോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് സൈഡ് ഒന്ന് വരയുക. ഒരു സൈഡ് മാത്രം കട്ട് ചെയ്യുക. പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഊരി കിട്ടും. അപ്പോൾ ഇളക്കം തട്ടാതെ ഊരി കിട്ടി നട്ടു വെക്കുക. നട്ടു വെച്ചതിന് ശേഷം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ് മൂടണം. കാരണം ഇപ്പോൾ ബ്രൗൺ ആയല്ലോ ബഡ്, വലിയ ചെടിയായത് 2 തട്ടാണല്ലോ. അപ്പൊ അതിന്റെ ബഡ് മൂടണം. ബഡ് മൂടി നടുക. എന്നിട്ട് അതിന്റെ ചോട്ടില് ഒരു മാസം കഴിയുമ്പോൾ നിലവിൽ നനച്ചുകൊണ്ടിരിക്കുക. മുകളിൽ അതായത് ഒരു 11 മണി തൊട്ട് 4 മണി വരെയുള്ള വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഷെയ്ഡ് നെറ്റ് ഒരു 1 മീറ്റർ സ്ക്വയറിന്റെ മുറിച്ച് 4 കാലയില് നമുക്ക് എന്തിൻ്റെങ്കിലും ഒരു കാല് കുത്തി വെച്ചു കൊടുക്കും. അതിപ്പോ എത്ര കാലം വരെ അങ്ങനെ ഷെയ്ഡ് കൊടുക്കണം? മഴ തുടങ്ങുമ്പോൾ അത് മാറ്റുക. ജൂൺ മാസത്തിൽ മഴ തുടങ്ങി അന്തരീക്ഷം തണുത്ത് കഴിയുമ്പോൾ അത് മാറ്റുക. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഇതേപോലെ നല്ല വെയിൽ വരും. ആ സമയത്ത് ഒന്ന് കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഇതേപോലെ ജനുവരി ഒരു 15-ന് ശേഷം അന്തരീക്ഷം ചൂടാകുമ്പോൾ പിന്നെയും കുത്തി കൊടുക്കുക. അതൊരു ചെടിക്ക് ഒരു 4-5 അടി ഹൈറ്റ് വരുന്നവിടം വരെ ചെയ്ത് കൊടുക്കുക നല്ലത്. അതിൽ ഏറ്റവും എളുപ്പം നമ്മുടെ ശീമക്കൊന്ന ഇല്ലേ, ശീമക്കൊന്ന നല്ല കുത്തി കൊടുത്താൽ അത് പൊടിച്ചോളും. മഴക്കാലം ആകുമ്പോൾ അതിന്റെ ഇല വെട്ടി ചോട്ടിലിടുക. വേനൽക്കാലം ആകുമ്പോൾ 1 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് തന്നെ ഷെയ്ഡ് കിട്ടും. നമ്മൾ നെറ്റ് കെട്ടേണ്ട ആവശ്യം വരില്ല. ആ വിധത്തിൽ ചെയ്യുക. പിന്നെ ഇപ്പൊ ഇതിന് വരുന്ന രോഗങ്ങൾ എന്താ? രോഗങ്ങൾ ഫംഗസുകേടാണ് മെയിൻ ആയിട്ട് വരിക. അതിന്റെ ഇല കൊഴിച്ചില്, ഡൈബാക്ക് എന്ന് പറഞ്ഞ ഫംഗസ്, എല്ലാത്തിനും ഉള്ളത് നമ്മൾ ബോഡോമിസിർ, അതായത് കോപ്പർ കലർന്ന ഫംഗിസൈഡ് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരുവിധമുള്ള ഇതിനൊക്കെ മെയിനായിട്ട് വരുന്നത് ഫംഗസിന് ഇലയിൽ വരുന്നതും മരത്തിൻ്റെ മുകളിലോട്ട് വരുന്നതിനെല്ലാം ബോഡോമിസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ കെമിക്കൽ ഫോം പൗഡർ മേടിക്കാൻ കിട്ടും. അത് നല്ല കമ്പനിയുടെ മേടിച്ച് സാഫ് ഉണ്ട്, അതേപോലെ ഫൊസൈഡ് ഉണ്ട്, അങ്ങനത്തെ കമ്പനിയുടെ മേടിച്ചിട്ട് 2 ഗ്രാമിന് മുകളിൽ 2 ഗ്രാം ഉറപ്പായിട്ടും വേണം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ കൊടുക്കും. മഴക്കാലത്താണെങ്കിൽ അത് പശ കൂട്ടിയടിക്കണം. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? അത് ഈ ചെടിക്ക് 1 വർഷത്തേക്ക് എല്ലാ മാസവും അടിക്കണം. മാസത്തിലൊന്ന് വെച്ച്. അടുത്ത വർഷം തൊട്ട് 2 മാസം കൂടുമ്പോൾ അടിക്കണം. 2-ാം വർഷം ചെടിക്ക്, 3-ാം വർഷം ചെടിക്ക് 3 മാസം കൂടുമ്പോൾ അടിക്കണം. അങ്ങനെയാണ്. പിന്നെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ തൈകൾ എത്ര ഡിസ്റ്റൻസിൽ നമ്മൾ 25 അടി അകലം മിനിമം കൊടുക്കണം. ഒരു തൈക്ക് തൈകൾ തമ്മിൽ 25 അടി അകലത്തില്. ഇപ്പൊ നമ്മൾ 2 തട്ട് തൈയാണല്ലോ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പൊ അത് എത്ര തട്ട് മുതലേ കായ്ക്കാൻ തുടങ്ങാം? എത്ര തട്ടെന്നുള്ളതല്ല, അത് 3 വർഷത്തിനുള്ളിൽ കായ്ച്ചിരിക്കും. കൃത്യമായ പരിപാലനത്തിൽ 3 വർഷത്തിനുള്ളിൽ അത് കായ്ക്കും. പിന്നെ ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിന്റെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും എടുത്ത് എനിക്ക് അത് വോയിസ് മെസ്സേജ് വിടണം കേട്ടോ.
പിന്നെ ഇതിന് വേറെ വരുന്ന ഫംഗസ് ഉണ്ട്, അതും നമുക്ക് ഈ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അയച്ചാലേ അറിയാൻ പറ്റുള്ളൂ. വെറുതെ ഇതിന്റെ തടെടുക്കോ അതിന്റെ വേര് പൊട്ടിക്കോ ഒന്നും ചെയ്യരുത് ഒരു കാലത്തും. വെറുതെ അതിന്റെ ചോട്ടിൽ വളമിടുക. എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് വെറുതെ ഇട്ട് കൊടുക്കുക. അതിന്റെ മുകളിൽ കരിയില നന്നായിട്ട് ഇട്ട് നനച്ചു കൊടുക്കണം. നന്നായിട്ട് വെള്ളം വേണം അല്ലേ? വെള്ളം നന്നായിട്ട് വേണം. പിന്നെ അതുപോലെ എത്ര ഇനമാണ് ഈ നഴ്സറിയിലുള്ളത് ഇപ്പൊ ജാതി നിലവില്? 15ഓളം ഇനങ്ങളുണ്ട്. ഹൈബ്രിഡ് ഇനങ്ങളായ ഗോൾഡൻ, ശ്രീലങ്കൻ, സിന്ധുശ്രീ, IASRന്റെ വിശ്വശ്രീ, IASRന്റെ തന്നെ കേരളശ്രീ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ KAU പൂത്തറ, പുന്നന്താനം, മുണ്ടത്താനം, പുല്ലൻസ്, അങ്ങനെ 5 വെറൈറ്റികൾ, കൊച്ചുകൂടി, അങ്ങനത്തെ ബ്രാൻഡഡ് ഇനങ്ങൾ. പിന്നെ കടുകമ്മാക്കിൽ കൊച്ചുകൂടി, കിണറ്റുകര, പുന്നന്താനം, ഫാബ്, കിങ്, അങ്ങനത്തെ വെറൈറ്റികൾ. അങ്ങനെ എല്ലാം കൂടെ ഒരു 15ന് മുകളിൽ വെറൈറ്റികൾ. ഇതിൽ ഒരു നമുക്ക് ഒരു വരുമാന മാർഗം എന്നുള്ള നിലക്ക് നമുക്ക് ഏത് ആണ് കുറച്ച് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അത് ഹൈബ്രിഡ് ഇനങ്ങൾ ഏത് വെച്ചാലും നല്ല ഉൽപ്പാദനം കിട്ടും. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പത്തിരിക്കാണല്ലോ റേറ്റ് കൂടുതൽ, നമ്മളെല്ലാവരും പ്രയോറിറ്റി അതിനാണല്ലോ കൊടുക്കണത്. അപ്പോൾ അത് ഏതാണ് നല്ലത് നമുക്ക് നടാൻ? ഏറ്റവും വലിയ പത്രി കിട്ടുന്നത് ശ്രീലങ്കൻ ജാതിയിലാണ്. ശ്രീലങ്കൻ ജാതിയാണ് നിലവിൽ കിട്ടുന്നത്. അതിൽ കായ എങ്ങനെ? കായ ആവറേജ് കായാണ്. ഒരു 90 കായൊക്കെ വേണം, 90-100 കായ വേണം 1 കിലോയ്ക്ക് ശ്രീലങ്കൻ ജാതി. സാധാരണ ഗവൺമെന്റ് കണക്കനുസരിച്ച് 120-140 കായ 1 കിലോയും 1000 പത്രി 1 കിലോയാണ് സാധാരണ കണക്ക്. അപ്പോൾ ഈ നല്ല ഇനങ്ങളിലൊക്കെ കായുടെ എണ്ണം, ഇപ്പോൾ ഗോൾഡൻ ആണെങ്കിൽ 50 കായ്ക്ക് 1 കിലോ കിട്ടും. പക്ഷെ പത്രി മോശമാണ്, ചെറിയ പത്രിയാണ്. പത്രി പൊട്ടരുതെന്നോ അങ്ങനെ എന്തോ യൂട്യൂബിൽ നോക്കി. അതായത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നല്ലത് ഗോൾഡൻ ജാതിയാണ്. കാരണം പത്രി ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് കൂടുതൽ എണ്ണം കൃഷി ചെയ്യുന്നവർക്ക് ഒരിക്കലും കിട്ടില്ല. മഴയത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് അത് ഒന്ന് ഫംഗസ് അടിച്ചിട്ട് വീഴും. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി വിലയ്ക്ക് വിൽക്കാൻ പലപ്പോഴും കർഷകർക്ക് സാധിച്ചൊന്നും വരില്ല. അതേപോലെ നല്ല മഴയത്താണ് ഈ കായ കിട്ടുക, കായും പത്രിയും. അപ്പോഴും അതിന് ഡാമേജ് വരും. ഒറ്റ ദിവസത്തെ മഴ, ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂറൊക്കെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പത്രിയും അമ്പേ നശിച്ചു പോകും. ആ സമയം കായ 2 ദിവസം കഴിഞ്ഞെടുത്താലും നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ ഈ കാട്ടുജാതി നാട്ടുജാതി ബഡ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതെന്താ അങ്ങനെ? രണ്ട് കാട്ടുജാതിക്കുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും ഗുണമുണ്ട് ദോഷമുണ്ട്. കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അതിന്റെ കടഭാഗം മണ്ണിക്കും. ഊർജ്ജം ഉൾക്കൊള്ളാനുള്ള ശേഷി കാട്ടുജാതിക്ക് കൂടുതലാണ്. പക്ഷെ അത് മുഴുവൻ വലിച്ചെടുക്കാനുള്ള ശേഷി നാടൻ ജാതിക്ക് ഇല്ല. അപ്പോൾ ആ ഭാഗം, കാട്ടുജാതിയുടെ ഭാഗം ബൾജായി വരും. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് തയ്യെ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും വളർച്ച, ഒരു മുകളിലോട്ടുള്ള വളർച്ച ഒരല്പം കുറയും. ഇതാണ് കാട്ടുജാതിയുടെ ദോഷം. കാട്ടുജാതിക്ക് നാടൻ അതിന്റെ കാട്ടുജാതിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുജാതിക്ക് തായ്വേരുണ്ട്, കാറ്റ് പിടിച്ചാൽ മറയില്ല. ഇപ്പം ഈ വർഷം തന്നെ ഒരുപാട് മേലാറ്റൂർ ഭാഗത്ത്, മലപ്പുറത്ത് മേലാറ്റൂർ ഭാഗത്ത് ഒരുപാട് ജാതി വലിയ മരങ്ങളും മറിഞ്ഞുപോയി കാറ്റത്ത്. ഈ വർഷം തന്നെ. അപ്പം അത് നമുക്ക് തായ്വേരില്ലാത്തതുകൊണ്ട് അതിന്റെ നാടൻ ജാതിയുടെ 2 ദോഷം എന്ന് വെച്ചാൽ ഒന്ന് തൈവേരില്ല. നമുക്ക് 10 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ 2 അടി താഴ്ചയാണ് പരമാവധി നാടൻ ജാതിയുടെ വേര് പോവുള്ളൂ. അത് തന്നെയല്ല, വെള്ളം വലിച്ചെടുക്കാനുള്ള ശേഷിയും കുറവാണ്. കാരണം തൈവേരില്ലല്ലോ. കാട്ടുജാതി ആണെങ്കിൽ വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ അതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് 2 in 1 മെത്തേഡില് കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് നാടൻ ജാതിയുടെ ഭാഗം ബഡും കൂടെ മൂടി നമ്മൾ നട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ കാട്ടുജാതിയുടെ കൈവേരിൻ്റെ ഗുണവും കിട്ടി, നാടൻ ജാതിയുടെ ചെറുവേരിൻ്റെ ഗുണവും കിട്ടി. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ നമുക്ക് എത്ര വർഷം മുതൽ നമുക്ക് ഇതിൻ്റെ വിളവ്? 5 തൊട്ട് 7 വർഷം വരെ ഒരു മരം മച്ചുവേർഡ് ആവാൻ. അത് അതിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് 5 വർഷം, പരമാവധി 7 വർഷം. 7 വർഷം ആകുമ്പോഴാണ് നമുക്ക് വരുമാനമായിട്ട് നമുക്കൊരു നല്ല വരുമാനം നമുക്ക് കിട്ടി തുടങ്ങും. 3-ാം വർഷം തൊട്ട് കിട്ടും. പക്ഷെ 3-ാം വർഷം തൊട്ട് കായ്പ്പിക്കാതിരിക്കാൻ നല്ലത്. ചിലത് 1.5 വർഷം തൊട്ട് കായ്ക്കും. പക്ഷെ അത് കായ്പ്പിക്കാതിരിക്കാൻ നല്ലത്. പൂവല്ല, കായ ആയി കഴിഞ്ഞാൽ അത് നുള്ളിക്കളയും കേട്ടോ. പിന്നെ ആൺജാതി ഒരെണ്ണം വേണം ആ പരിസരത്ത്. ആൺജാതി ഇല്ലെങ്കിൽ ഇതിപ്പോ ഒട്ടിന്റെ തൈ ഉണ്ടാവുമ്പോ അതിന് ആൺജാതിയുടെ ആവശ്യമുണ്ട്. അതെ, ആവശ്യമുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ ഒരു ഞാന് മണ്ണൂത്തി അടുത്ത ഭാഗത്ത് എവിടെയെങ്കിലും ആൺജാതി ഉണ്ടെങ്കിൽ വേണ്ട. അടുത്ത് എന്റെ തൊട്ട ഏട്ടന്റെ വീട്ടിലൊക്കെ കുറെ ജാതി ഉണ്ട്. അപ്പൊ അതിലൊരെണ്ണെങ്കിലും തീർച്ചയായിട്ടും കാറ്റിലൂടെയാണ് ഇതിന്റെ പരാഗണം നടക്കുന്നത്. ഇതുപോലെ മുമ്പ് ഞാൻ എന്റെ വീട്ടില് ഇതുപോലെ ജാതികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതില് കൊലയായിട്ടാ പൂക്കൾ ഉണ്ടായത്. അത് ആൺജാതി. അത് ഒട്ടാണെന്ന് പറഞ്ഞാ വാങ്ങിയത്. സ്പ്രെഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാ. നമ്മുടെ ഗോൾഡൻ ജാതി ആണെങ്കിലും കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക. അത് പെണ്ണിന്റെ, അത് പെണ്ണ് തന്നെ. പക്ഷെ അതിൽ അത്രയധികം കായ ഉണ്ടാവാൻ വേണ്ടിയാണ് കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ
ഇതിന് നമ്മൾ പ്രത്യേകം എന്തെങ്കിലും കെയറും മരുന്ന് വർഷത്തിൽ അങ്ങനെ എന്തെങ്കിലും? ഞാൻ പറഞ്ഞല്ലോ, ഫംഗിസൈഡ് കൊടുക്കുക. പിന്നെ ചോട്ടിൽ വേരയിലാണ് ഫംഗസ് വരുന്നതെങ്കിൽ അതിന് വേറെ മരുന്നുണ്ട്. അത് എനിക്ക് ഫോട്ടോ എടുത്തിട്ടാലേ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയിട്ട് പറയാം. പിന്നെ പിന്നെ ഇതിനിടയിൽ നമുക്ക് കവുങ്ങ് അങ്ങനെ ഹൈറ്റ് വെച്ച് പോണ മരങ്ങൾ മാത്രമേ നടാൻ പറ്റുള്ളൂ. അതെ, ജാതി പോലെ സ്പ്രെഡ് ആവുന്ന ഇപ്പൊ റംബുട്ടാനോ മാംഗോസിനോ അങ്ങനെ ഒന്നും വെക്കാൻ പറ്റില്ല. മാറ്റിക്കളയണ്ട, ആ ഭാഗത്ത് നമ്മൾ നടാതിരിക്കുക അല്ലേ. അപ്പോൾ എടുത്തിട്ട് 25 അടി അകലം നോക്കിയിട്ട് അതനുസരിച്ച് നടുക. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ഒരുവിധം സംശയങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അതിനൊക്കെ വ്യക്തത തന്നു നമ്മുടെ പോൾസൺ ചേട്ടൻ. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തത് ശ്രീലങ്കൻ ജാതി തൈയാണ്. അതൊരു 8 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ പത്രി വലുതാണ് ഈ ജാതിയുടെ. കായ അത്യാവശ്യം സൈസുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് കായ കുറച്ചുകൂടിയും വലിപ്പമുള്ളതാണ് ഗോൾഡൻ ജാതിയിൽ വരുന്നത്. അപ്പോൾ ജാതിയുടെ കായക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ അതും എടുക്കാം. പിന്നെ ഈ മഴ കൊണ്ട് കഴിഞ്ഞാൽ 6 മണിക്കൂറും മഴ കൊണ്ട് കഴിഞ്ഞാൽ തന്നെ ഈ പത്രിയുടെ ക്വാളിറ്റി പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കായ നിലത്ത് കിടന്ന് മഴ കൊണ്ടാലും സീനുള്ളതല്ല. അപ്പോൾ കായക്ക് ആണ് കൂടുതൽ താല്പര്യം ഉള്ളവരുന്നെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് കായ വലിപ്പമുള്ള ഏത് ഇനമാണെന്ന് വെച്ചാൽ നോക്കിയെടുക്കാം. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ശ്രീലങ്കൻ ജാതിയാണ് സെലക്ട് ചെയ്തത്. ഇനി ഗോൾഡൻ ജാതി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇനി ആ വഴിക്ക് പോകുമ്പോൾ ഗോൾഡൻ ജാതി നോക്കി വാങ്ങിക്കണം. പിന്നെ ഇതിൽ തന്നെ ഉയരം വെച്ച് പോകണ ടൈപ്പ് ഉണ്ട്. അങ്ങനെയുള്ള ജാതികൾ വാങ്ങിക്കുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പറമ്പിൽ സാധാരണ 30 മീറ്റർ 25 മീറ്റർ ഡിസ്റ്റൻസാണ് ഇവർ കുഴിച്ചിടുമ്പോൾ അകലം പറയുന്നതെങ്കിൽ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോണ തൈകൾക്ക് ഒരു 20 മീറ്റർ ഡിസ്റ്റൻസ് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലെണ്ണം പറമ്പിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല തൈകൾക്കും പല പ്രത്യേകതകളാണ് ഈ ജാതിയിൽ തന്നെ വരുന്നത്. പിന്നെ പത്തിരി തന്നെ ഇപ്പോൾ ശ്രീലങ്കനേക്കാളും ഫുൾ തിക്കായിട്ട് ഇങ്ങനെ കാണുന്നതായിട്ട് കിങ് എന്നിട്ടൊരു വെറൈറ്റി ഇങ്ങനെ വീഡിയോയിൽ കണ്ടു ഞാൻ. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ അറിവുകൾ നമുക്ക് പുതിയ ഓരോ വീഡിയോസ് കാണുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ തൈ നമ്മൾ വീട്ടിലെത്തിച്ചു. അപ്പോൾ അത് നടാൻ പോവുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ അടിവളമൊന്നും ഞാൻ ഇടുന്നില്ല. ജസ്റ്റ് കുഴി കുത്തി ആ ഗ്രോ ബാഗിൻ്റെ ആ ജസ്റ്റ് ഹൈറ്റിന് മാത്രമേ ഞാൻ കുഴി വെട്ടുന്നുള്ളൂ. എന്നിട്ട് കണ്ടില്ലേ, അതിനേക്കാളും അതിൻ്റെ ബഡ് മൂടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കൂടുതൽ വളം ഇട്ടിട്ട് തൈകളെ നമ്മൾ നശിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ തൈ സർവൈവ് ചെയ്തോളും. പിന്നെ അതുപോലെ തന്നെ വെള്ളം മഴയുള്ള സമയമായതുകൊണ്ട് പിന്നെ നമുക്ക് പിടിച്ച് കിട്ടുന്ന കാര്യത്തിലൊരു വിഷമമില്ല. പിന്നെ എന്നാലും വെയിൽ നന്നായിട്ട് കൊള്ളുന്ന ഏരിയ ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ നട്ടതിന് ശേഷം നല്ല മറൊക്കെ കെട്ടി കൊടുക്കുകയാണ് ചെയ്തത്, നമ്മുടെ ഓല വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ആ ഒരു ടാഗ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം മരം നാളെ സൈസ് വെച്ച് വരുമ്പോൾ മരത്തിന് സ്ട്രെസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. എന്നിട്ട് കുഴി കുത്തി മണ്ണ് നേരിട്ട് അങ്ങ് മൂടിയിടുകയാണ്. തൈകൾ നമുക്ക് പുതിയതായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നേരിട്ട് പോയി കണ്ട് ബോധിച്ച് നമ്മുടെ മണ്ണ് ലോ റേഞ്ച് ആണോ ഹൈ റേഞ്ച് ആണോ നമ്മുടെ ഏരിയ, അതുപോലെ നമ്മുടെ മണ്ണിനെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് പറഞ്ഞ് അവരൊന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യും നമ്മുടെ പ്രദേശത്തിന് പറ്റിയ ജാതി ഏതാണെന്നുള്ളതൊക്കെ. നമ്മൾ ഇന്ന സാധനം മതി എന്ന് പറഞ്ഞ് കൊടുന്ന് നട്ടതിന് ശേഷം അധികം കായ്ഫലമില്ല, തൈ പെട്ടെന്ന് നശിച്ചു പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുമായി ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വിളവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പഠിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതൊക്കെ കൃഷി ചെയ്യാൻ ഇറങ്ങുക. കാരണം ഇതിൻ്റെ ഓരോ തൈകൾക്കും അത്യാവശ്യം വിലയുണ്ട് മാർക്കറ്റിൽ. ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള തൈക്ക് 600 രൂപയാണ് ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ അധ്വാനവും സമയമൊക്കെ മെനക്കെട്ട് നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുള്ള റിസൾട്ട് കിട്ടാതാവുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. അപ്പോൾ കൃഷിയായിട്ട് അടിസ്ഥാനത്തിൽ ചെയ്യാൻ പോകുമ്പോൾ അതൊക്കെ നേരത്തെ കൂട്ടി അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങിക്കുക, നന്നായി നനച്ച് കൊടുക്കുക. അതുപോലെ ഓരോ തൈകൾക്കും മിനിമം ഇത്ര ഡിസ്റ്റൻസ് എന്നുള്ളൊരു കാര്യം ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണതും. പ്രാവശ്യം മഴ നേരത്തെ ആയതുകൊണ്ട് എനിക്കൊരു നേരിയ ആശ്വാസമുണ്ട്, തൈകളൊക്കെ വേഗം പിടിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതൊരു കവുങ്ങും തെങ്ങൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും ചില ഭാഗത്തേക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ വെയിലിൻ്റെ ഒരു കാര്യം ഇതിനൊരു 3 വർഷം വരെ വലിയ വെയിൽ ആവശ്യമില്ല എന്നാണ് പറയണത്. തണൽ നന്നായി കൊടുക്കണം.
അപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞാൽ നല്ല വെയിൽ കൊള്ളണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ കൃഷിയിൽ വിജയം കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് തുടർന്നും വേണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്